തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്നാ വാങ്ങിച്ചത്? എവിടുന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പാൻ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റ് പിടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ സർച്ചൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ 2 പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിൽ നിന്ന് 2 പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, 6 പൊറോട്ടയും കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടാ. വയ്യെങ്കിൽ ഈ പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടാ. ഒടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തടാ. ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴിക്കണേ. കാലം നിന്റെ അപ്പ്. പോയോ? മുന്തട്ടാ, മുന്തട്ടാ. ആരാ? ഞാനാ, റഷീദ്. എന്തടാ ഈ നേരത്ത്? ഹൈവേയിലെ ചാമുണ്ടി ഹില്ലിനപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോണം. ഈ വെളുപ്പാൻ കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരാരില്ലേ? ഇല്ല, എല്ലാരും ഓട്ടം പൊരിക്കുക. നീ പൊക്കോ. ಒಂದೇ ಕಾರ್ ಬಂದಿದೆಯಲ್ಲ? ನಾನು ನಯ ಟ್ರಾವೆಲ್ಸಿಂದ ಬರ್ತಾ ಇದ್ದೀನಿ. ನೀವು ಗಾಡಿ ಹೇಳಿದ್ರಾ? ಹೌದು, ಒಂದು ಟೆಂಪೋ ಟ್ರಾವೆಲರ್ಗೆ ಹೇಳಿದ್ವಿ, ನಾಯರ್ 3 ಕಾರ್ ಕಳಿಸ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರು. ಅದು ನೀವ? ಇನ್ನು 2 ಗಾಡಿ ಟ್ರಿಪ್ ಹೋಗಿದೆ, ಬರ್ದಕ್ಕೆ ಲೇಟ್ ಆಗಿದೆ. ಆಗ ರಾಂಬಾ ಜೊತೆ ಹುಡುಗಿರ್ನ ಈ ಗಾಡಿನಲ್ಲಿ ಕಳಿಸೋಣ. ಆಯ್ತು. ಏನು, ಬನ್ನಿ ಬನ್ನಿ. ಏಯ್ ಬನ್ನಿ ಬನ್ನಿ, ಗಾಡಿ ಬಂದಾಯ್ತು. ಏಯ್ ರಾಂಬಾಯ್, ಕರ್ಕೊಂಡೋಗಿ. ಏಯ್ ಈ ಗಾಡಿ ಬಂದೈತೆ ಎದ್ದೇಳಿ, ಜಲ್ದಿ ಬನ್ನಿ 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 ಬನ್ನಿ, ಜಲ್ದಿ ಬನ್ನಿ. നമ്മുടെ ജാക്കി ചാൻ. ഏത് ജാക്കി ചാൻ? അത് തിയേറ്ററിൽ വെച്ച് കണ്ടില്ലേ? ഡ്രൈവറാണെന്ന് തോന്നിയതേ ഇല്ല, ഏതോ പരസ്യ മോഡലെന്ന് കരുതിയ. ಬೇಗ ಹೋಗಿ ಆ ಗಾಡಿ ಕಳಿಸು. ಕಳಿಸ್ತೀನಿ. ಗಾಡಿ ನಿಂದೇನಾ ಅಲ್ಲ ನೀವು ಬಾಡ್ಗೆಗೆ ಓಡಿಸ್ತೀರಾ? ಯಾಕೆ, ನಿಮ್ಗೆ ಗಾಡಿ ಬೇಕಾಯ್ತಾ? ಬೇಡ ಬೇಡ, ನಮ್ಗೆ ಬೇಡ ಸ್ವಾಮಿ. എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ? പിന്നെ നമ്മുടെ ബാലയിൽ ചേരുന്നോന്ന് ചോദിച്ചേടി. രാത്രിയിൽ പ്രോഗ്രാമിനും പോവാം, പകല് ഡ്രൈവും ചെയ്യാം. ശരിയാ, മാഷ് പറഞ്ഞ കേട്ടു അടുത്ത വർഷം രാമായണം കഥയെ ബാലയാക്കാൻ പോണേന്ന്. അതില് ഹനുമാന്റെ വേഷത്തിന് ചേരും. ಅದೇ ಛಾಯ. ಏಕೆ ನಗ್ತಾ ಇದೆ? ಅದು ನನ್ನೆ ವೀಕ್ಲಿನಲ್ಲಿ ಓದಿದ ತಮಾಷೆ ಬಗ್ಗೆ ನಗುತ್ತಾ ಇದೆ. ಇಲ್ಲಿ ಸ್ಟಾಪ್ ಮಾಡಿ, ಇದೇ ನಂದು ಜಾಗ. ಎದ್ದೇಳು, ಮನೆ ಬಂತು, ಹೋಗಿ 5 ಗಂಟೆ ಆಗೋಯ್ತು ಕಣ. ಹೋಯ್ತಲ್ಲಪ್ಪ, ನಾಳೆ ನೋಡುವ. ಸರಿ ಸರಿ, ನಾಳೆ ಅಲ್ಲಿ ಮೀಟ್. ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം ചോദിച്ചല്ലോ കേട്ടോ. ಇನ್ನು ಎಷ್ಟು ದೂರ ಇದೆ ನಿನ್ನ ಮನೆಗೆ? 10 ಕಿಲೋಮೀಟರ್ ಇದೆ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ.
ഡീറ്റെയിൽസും. ഏയ് ഹുടുക്കി, ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാ. പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണ്ട, പൊക്കോളൂ. മലയാളിയാ? അല്ല, പഞ്ചാബ്. സോറി. അയ്യോ, ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനാ ബാല കളിക്കാൻ പോകുന്നത്? വട്ടായിരിക്കും. ഓ, ചിലപ്പോ കലയോടുള്ള ക്രൈസ് ആയിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങി. ഇന്ന് ചേച്ചി, ഇത് തരാനാ വെളുപ്പിനെ ഇറങ്ങിയത്? എപ്പോഴായാലും തരേണ്ടതല്ലേ? കയ്യിലിരുന്ന ചെലവായി പോവും. എന്തേ? അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഞാനോ? ഞാൻ എന്റെ താക്കോലോട്ട് പൂട്ടി തുറന്ന് അകത്ത് കയറി. അപ്പൊ പിന്നെ ആര് പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി. അകത്തുനിന്നും പുറത്തുനിന്ന്. അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഉറച്ചടി വിളിച്ചു കള്ള. കഥ ചോദ്യമൊന്നുമില്ല. അല്ല മോനെ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്? കാറെടുത്തില്ല? ഇല്ല. അല്ല, നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളക്കും? അല്ല, നോക്കൂ, ഒരു കാര്യം പറയട്ടെ. അതല്ല, ഞാൻ പറഞ്ഞുതരാ. അയ്യോ, എന്റെ ഷർട്ട്. അതേ, കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ആരാ ഇത്? ഇത് സരോജിനി. സജു, ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തികെട്ടവൻ. മോനെ മോന്ത, എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും. ക്ഷമിക്കല്ല, തൊഴിക്ക വേണ്ടത്. അതെന്താ ആ അണ്ടർവെയർ എന്താ? ഇന്നോ മോനെ, നീ എത്ര വേണം തൊഴിച്ചു, അത് കൊള്ളാൻ ഞാൻ തീരാ. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളുമില്ലേ? എന്നിട്ട് തന്റെ എല്ലാ തോന്നിയവസരങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തെയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ಏನ್ ಗೋಪಾಲ ನೀನ್ ಎಲ್ಲಿದೀಯಾ? ನಾನು ಎಲ್ಲಿ ಹೋಗ್ಲಿ, ಇಲ್ಲಿನೇ ಇದ್ದಲ್ಲ, ನೀನೇ ಕಾಣಲಿಲ್ಲ. സാറിന് ഭാഗ്യമുണ്ട്. അല്ല, ഏതായില്ലോ കുറുകെ മഞ്ഞളൈസ് നീരലു, കുറുകെ മഞ്ഞളെള്ളം വീണാൽ വെച്ചടിയോ? അല്ല, ഉയർച്ചേ നമുക്കിവിടെ കൂടാല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലേ, നഗരത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെയാ, കണ്ണായ ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂറും കോർപ്പറേഷൻ വാട്ടർ കിട്ടും. ഇതാ കണ്ടോ? ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത്? ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം. എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടീസ് താമസിക്കുന്ന ഒരു ഏരിയ ഇത്. ആണോ? ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണോ പോയത്? വലർക്ക്. നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ. അല്ലേ? ആര് പറഞ്ഞു സൗകര്യമില്ലെന്ന്? ഇതൊരു ആശുപത്രിയാക്കാലോ. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇതിനെന്ത് വാടക വരും? പേര് ചെയ്യും 400 രൂപയേ ഉള്ളൂ. 400 രൂപയാ? സാറിങ്ങി വന്നേ, ഒന്നും പറയണ്ട, നമുക്ക് ഹൗസ് ഓണർ കണ്ട് ശരിയാക്കാം. ശാരദാമേ, ഞാനൊരു കാര്യം ഏറ്റതാ. വീട് ഞാൻ കാണിച്ചു, അഡ്വാൻസ് തരാൻ വന്നാ. മലയാളിയാ, നായരാ, നല്ല ആളാ, നിങ്ങൾക്ക് ഒരു സഹായം. അല്ല, 400 രൂപ എന്ന് പറയുന്നത് വലിയ ഉപകാരമായിരിക്കും സാറേ. വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാ. 2 പെൺകുട്ടികളും വയ്യാണ്ട് കിടക്കുന്ന ഈ അമ്മയും
ഒരു വരുമാനം ആവുമല്ലോ. ആ അഡ്വാൻസ് അങ്ങ് കൊടുക്ക സാറേ, ഐശ്വര്യമായിട്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഹേമേ, ആദ്യം ഞാൻ പറഞ്ഞ കാശ് താ നീ. അത് കണ്ട് തക്കാളി തരാം. ഇതെന്താ രാവിലെ കളിക്കുക? താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? താൻ തക്കാളി ഇങ്ങോട്ട് താ. താനൊരു മലയാളിയിലെന്ന് കരുതിട്ടാ ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്. ഈ മലയാളികളെ മുഴുവൻ കള്ളന്മാരാ. ഹേമേ, നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത്. ചാടിക്കളിച്ചാ താൻ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണെങ്കിൽ മര്യാദ. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഉറക്കളച്ച് നാട് നീളെ ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശായതേ. ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. പിന്നെ നിന്നെ പറ്റിച്ചിട്ട് വേണ്ട എനിക്ക് കോടീശ്വരനാവാൻ. ഒന്ന് വെറുതെ. എന്താ ഹേമേ പ്രശ്നം? എന്റെ പൊന്ന് ഗൗരി, ഇന്നലെ നിന്റെ അനിയത്തി എന്റെ കയ്യിൽ നിന്ന് 1 കിലോ ഉള്ളി വാങ്ങി. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 1 രൂപ കൂടുതൽ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ അംഗം വിട്ടു. അതേടോ, അംഗം വെട്ടും. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 50 പൈസ കൂടുതൽ വാങ്ങിച്ചോട്ടെ ചേച്ചി. ഇത് 1 രൂപേ എന്ന് വെച്ചാൽ രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ? എടി കൊച്ചേ, നീ ആ മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നോക്കിയേ, ഉള്ളിക്ക് ഇന്നലെ എന്തായിരുന്നു വിലയെന്ന്. അന്വേഷിച്ചിട്ട് തന്നെ പറയണത്. ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പോരെങ്കിൽ വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ 14 രൂപന്ന്. അത് ശരി. അപ്പൊ പത്രം നോക്കിയിട്ടാ കച്ചറ ഉണ്ടാക്കുന്നേ. ചുമ്മാ കളിക്കാതെ കാശിങ് താവച്ചേ. ആ കാശെടുത്ത് സാധനം കൊടുത്ത് സ്ഥലം വിടറോ. പൈസ. അയ്യോ, അത് ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ. വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം. പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു എന്ന് പറഞ്ഞില്ലേ, അത് BBC ആണോ ടെലി ന്യൂസ് ആണോ? ഈ ഏരിയയിലുള്ള ഞങ്ങൾ മലയാളീസ് കുറച്ച് പാവപ്പെട്ടവരാ. ഇവിടെ വിലപേശലിൽ ലഹളയൊക്കെ ഉണ്ടാവും. എന്നാ പൈസ കൈ താഴ്ത്തിക്കോളൂ. ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. പൊളിച്ചല്ലേ, നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ. Yes, come in. ഗുഡ് മോർണിംഗ് സാർ. Yes, morning. ഞാൻ നായർ ട്രാവൽസിൽ നിന്നാ. Yes, what do you want? അല്ല, സൂട്ട് നമ്പർ 6 സാർ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? നായർ റെന്റ് കാർ സർവീസിലേക്ക് സാർ വിളിച്ച് പറഞ്ഞില്ലേ സാറിന് എവിടെ പോണം, കാർ വേണമെന്നൊക്കെ? പറഞ്ഞോ? ആണോ? എന്നിട്ട്? അല്ല, കാറ് വന്നിട്ടുണ്ട്. സാറിന് എവിടെ പോണ്ടെന്ന് വെച്ചാ പറഞ്ഞ. അല്ല, എവിടെ പോവാനാ ഞാൻ കാറ് പറഞ്ഞു? ഓ, യാ വാ പോവാ. അല്ല, സാറ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചേഞ്ച് ചെയ്യാല്ലേ? ജസ്റ്റ് മിനിറ്റ്. എങ്ങോട്ടാ സാർ പോണ്ടത്? അത് പിന്നെ സ്ട്രെയിറ്റ് പോയാൽ കന്റോൺമെന്റ് ഏരിയയാണ് സാർ. അവിടെ ചെക്കിങ്ങും ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓ, ഐ സി. എങ്കിൽ ലെഫ്റ്റ്. നോക്ക്, ഞാൻ പണം കേട്ടില്ല. കഴിക്ക്. വേണ്ട ചേട്ടാ, ഞാൻ 2-3 കഴിച്ചില്ലേ. കഴിക്ക് പാടാ. വേണ്ട വേണ്ട ചേട്ടാ. അങ്ങോട്ട് നോക്കണ്ട. തെണ്ടിയ നാളെ നിന്നോട് എന്താ ചേട്ടാ?
അതെ നാണയമൊന്നുമില്ല ചേട്ടാ, പൈസ കടച്ചു ഒതുക്കിയാണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി. നീ കഴിയും